മോർണിംഗ്. നമുക്ക് ഇന്നൊരു കൂന്തൽ മസാല ഫ്രൈ ഉണ്ടാക്കിയാലോ. സാധാരണ നമ്മൾ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാറുണ്ട്, കൂന്തൽ ഫ്രൈ ഉണ്ടാക്കാറുണ്ട്. കൂന്തൽ മസാല ഫ്രൈ എന്ന് പറയുമ്പോൾ കൂന്തലിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു വരുന്ന രീതിയിൽ നമ്മളൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ കൂന്തൽ മസാല ഫ്രൈ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യൂ. ചോറിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. നല്ല ചൂട് ചോറും ഇളം ചൂടുള്ള കൂന്തൽ മസാല ഫ്രൈയും കൂടെ ചേർത്ത് കഴിക്കൂ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1/4 കിലോ കൂന്തൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. വലിയ തക്കാളി ആണെങ്കിൽ വലിയ തക്കാളിയുടെ പകുതി എടുക്കുക. ഒരു 15 ഉള്ളി എടുക്കുക കേട്ടോ. 15 വലിയ ഉള്ളി അല്ലെങ്കിൽ ഒരു പിടി ഉള്ളി എടുക്കുക. പിന്നെ 4-5 വെളുത്തുള്ളി എടുക്കുക. 4-5 പീസ് ഇഞ്ചി എടുക്കുക. ഇഞ്ചി ചേർക്കണം എന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഞ്ചിയുടെ ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. അത് നമുക്ക് ഈ ഒരു ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഉള്ളി റൗണ്ടിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് നീളത്തിലോ റൗണ്ടിലോ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് തിക്കായിട്ട് കട്ട് ചെയ്തെടുക്കണം. സവോളയാണെങ്കിലും ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കുറുകെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ തക്കാളി ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഇതുപോലെ കുറച്ച് തിക്നെസ്സിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സവോള തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ആണെങ്കിലും ചെറിയൊരു തിക്നെസ്സോടുകൂടി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാല ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് പാനിലേക്ക് ഒരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളിതുപോലെ ചെറിയ തിക്നെസ്സിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി, കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കൂന്തൽ വെള്ളമില്ലാതെ എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമുക്ക് നമ്മുടെ മസാല ഫ്രൈക്ക് കളർ കിട്ടാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഒരുമിച്ച് തന്നെ ചേർക്കുകയാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബീഫ് ഫ്രൈയിലൊക്കെ തേങ്ങാക്കൊത്ത് ചേർക്കില്ലേ, ആ ഒരു വലിപ്പത്തിൽ തേങ്ങാക്കൊത്തും കൂടി കട്ട് ചെയ്ത് ചേർക്കാം കേട്ടോ. ഒരു 1-1.5 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും കൂടി കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ നമുക്കിപ്പോൾ ഉപ്പും കൂടി ചേർക്കാനുണ്ട്. ഉപ്പ് നമ്മളിപ്പോൾ ആഡ് ചെയ്യാൻ പോവാണ്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് ആവശ്യമാണെങ്കിൽ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇത് നമുക്ക് 2 പാനിലും ചെയ്യാം, 1 പാനിലും ചെയ്യാം. ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് ഒറ്റ പാനിൽ കുക്ക് ചെയ്യുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പാത്രം കഴുകേണ്ട, ഒറ്റ പാനിൽ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചെറിയ സ്ക്വിഡാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുക്കിംഗ് ടൈമില്ല. ഒരു 8 മിനിറ്റ് മുതൽ 9 മിനിറ്റ് വരെ അത്രയും സമയത്തിനുള്ളിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വലിയ സ്ക്വിഡാണെങ്കിൽ 12 മിനിറ്റ് വരെ സമയം എടുക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എടുക്കുന്ന സ്ക്വിഡിൻ്റെ വലിപ്പം അനുസരിച്ച് സമയം വ്യത്യാസം വരുത്തുക. ഇനിയിപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്. ഈ ഒരു സ്ക്വിഡിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ സ്ക്വിഡ് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റായി. ഇത് കണ്ടോ, നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർക്കരുതെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യരുത്, ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. 1/4 ഭാഗം കുക്കായി കഴിയുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കാതിരിക്കുക കേട്ടോ. ഇതിലേക്ക് ഇനിയിപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാനില്ല. നമുക്ക് ഇതൊന്ന് 1/4 ഭാഗം കുക്കായി കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്തടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ കൂന്തൽ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. വെള്ളമൊക്കെ വറ്റി ഒരുവിധം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ മസാലയൊക്കെ നമ്മുടെ കൂന്തലിലേക്ക് പിടിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു പീസ് കൂന്തലെടുത്ത് കഴിച്ച് നോക്കുക. ഉപ്പ് കുറവാണോ, ഉപ്പ് ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാനിൽ തന്നെ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കാം. ഇല്ലെങ്കിൽ വേറൊരു പാനിൽ നിങ്ങൾ മൺചട്ടിയിലോ വേറെ പാത്രങ്ങളിലോ ആണ് ഇതുപോലെ മസാല പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വേറൊരു പാനിൽ
വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഒരു മസാല അതിലേക്ക് മാറ്റിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പാനിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ വേണം കേട്ടോ, എന്നാലേ നമുക്ക് നല്ല ഫ്രൈ ആയി കിട്ടുള്ളൂ. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, അതിനുശേഷം നമുക്ക് വീണ്ടും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ഫ്രൈ ആയി വേണം എന്നുള്ളതനുസരിച്ച് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ തുറന്ന് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്, അടച്ചു വെച്ചിട്ടല്ല. തുറന്ന് വെച്ചിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഒന്ന് സ്പ്രെഡ് ചെയ്തിടണം. ഫ്ലെയിം കൂട്ടി തന്നെ വയ്ക്കുക, ഫ്ലെയിം കുറച്ച് വയ്ക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇടയ്ക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ആദ്യം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിൽ കറിവേപ്പിലയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. ഓരോ സ്റ്റേജിലും ഫ്രൈ ആയി വരുമ്പോഴും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോഴും ഞാൻ പറയാം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് ആയി. ഞാനപ്പോൾ ആദ്യം ഒഴിച്ച വെളിച്ചെണ്ണ നിങ്ങൾ കണ്ടതാണല്ലോ, വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ കൂന്തൽ അബ്സോർബ് ചെയ്തു. ഇനി നമുക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുകൂടി ഫ്രൈ ആക്കി എടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കണ്ട കേട്ടോ, ഞാൻ ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നേ ഉള്ളൂ. ഒരുപാട് ഫ്രൈ ആക്കിയിട്ടുണ്ടെങ്കിൽ റബ്ബർ പോലെ ഇരിക്കും, നമുക്ക് കടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഫ്രൈ ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഫ്രൈ ആവണം അതനുസരിച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുക. വീണ്ടും നമുക്ക് കുറച്ചുകൂടി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 4 മിനിറ്റാണ് ടോട്ടൽ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന സമയം. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര സമയം ഫ്രൈ ചെയ്യണോ അതനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഈ ഒരു മസാല കൂന്തൽ ഫ്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കൂന്തലിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു വരും. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ കേട്ടോ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ നമുക്ക് പൊറോട്ടയുടെ കൂടെയും കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യട്ടെ. പൊട്ടിത്തെറിക്കും കേട്ടോ വെളിച്ചെണ്ണയിൽ. അപ്പോൾ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ട് നിന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡ് മാത്രമല്ല, നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ കുക്കായി കിട്ടണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്നുകൂടി ഫ്രൈ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ വീണ്ടും വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ആയി. ഇത്രയും മതി. ഞാനിപ്പോൾ ടോട്ടൽ 4 മിനിറ്റ് വെളിച്ചെണ്ണ ചേർത്ത് കറിവേപ്പിലയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തെടുത്തു. കൂന്തലിലേക്കൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിതാ നമ്മുടെ മസാല കൂന്തൽ ഫ്രൈ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കൂന്തൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നുപോയില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ ഇത് കഴിച്ചിട്ട് ഏതിൻ്റെ കൂടെ കഴിച്ചിട്ടാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെ ഏതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിച്ചിട്ടാണ് ഇഷ്ടമായതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.